ഗൈസ്, ഒരുപാട് നാളായല്ലോ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട്. അപ്പം നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഭയങ്കര ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, എന്നാൽ സ്മോൾ ബിസിനസ് ഓണേഴ്സിന് ഭയങ്കര നല്ലൊരു സംഭവമാണ്. അപ്പം വലിച്ച് ഇൻട്രോ കൊടുക്കാതെ നമുക്ക് കാര്യത്തിലോട്ട് പോവാം. അപ്പം ഇതാണ് സാധനം. അപ്പം ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കുക. അകത്തെ മേക്കിംഗ് വീഡിയോ അത് ഞാൻ ഒരു വീഡിയോസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് തരുന്നതാണ്. സംഭവം ഇതിനകത്ത് വേണം എന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു ഷോർട്ട് വീഡിയോ ചെയ്യാം. ഷോർട്ട് വീഡിയോയ്ക്ക് ഉള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് കാണിച്ചു തരാൻ പോകുന്ന സംഭവം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ജേണി ബുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ പ്രത്യേകിച്ച് ഓർഡർ സെല്ല് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എന്തെന്ന് വെച്ചാൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്താണ്, നമ്പർ ഇടാനും ക്ലയൻറ്റിൻ്റെ പേര്, വർക്ക്, എന്ത് വർക്കാണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ, അതേപോലെ ഇതിൻ്റെ പ്രൈസ്, എത്ര രൂപയ്ക്കാണ് ഞാൻ ഇത് പ്രോഡക്റ്റ് സെല്ല് ചെയ്തത്, എനിക്ക് എത്ര രൂപ ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു, അതാണ് മണി സ്പെൻഡ്, പിന്നെ പ്രോഫിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യാൻ വയ്യ എങ്കിൽ ജസ്റ്റ് ഡു വൺ തിങ്. ഫ്ലൈ സോളോ ബൈ രേഷ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ A4 PDF എന്ന് ചെയ്താൽ മതിയേ. A4 PDF എന്ന് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇത് നിങ്ങളുടെ DM-ലോട്ട് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പം നിങ്ങൾ ഇത് പ്രിൻ്റ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ പോയിട്ട് ഇത് കൊടുക്കുക. ഇത് A4 ആണ്. എനിക്ക് ഇതേപോലത്തെ ഒരു 10 ഷീറ്റിൽ 2 സൈഡ്, 2 സൈഡും ചെയ്ത് വാങ്ങിക്കുക. 2 സൈഡും 10 ഷീറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഷീറ്റാണോ വേണ്ടത് ആ ഒരു ഇതിൽ നിങ്ങൾ എടുക്കുക. ഇത് ഞാൻ ഏതാണ്ട് ഒരു 5-6 ഷീറ്റിൽ ഡബിൾ സൈഡ് ചെയ്തെടുത്തതാണ്. അപ്പം നമുക്കറിയാൻ പറ്റും. ഞാനിപ്പോൾ ഒന്ന് സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ 2023 ഞാൻ എഴുതിയിട്ടുള്ളതാണ്. അപ്പം തൊട്ട് എൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഗ്രാഫ് അറിയാൻ പറ്റും. നമ്മൾ 2023 നമ്മൾ 100 ഓർഡേഴ്സാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ 24 നമ്മളൊക്കെ അതിനെക്കാട്ടിലും കൂടിയോ കുറഞ്ഞോ അങ്ങനെയൊക്കെ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടാൻ ഇത് സഹായിക്കും. ചെറിയ ബിസിനസ് ഓണേഴ്സിനാണ് ഞാൻ പറയുന്നത്. വലിയ വലിയ ആൾക്കാർക്കാണെങ്കിൽ അവർ അതിൻ്റെ തന്നെ ഒരു ഡീറ്റെയിൽ കീപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇതും വലിയ ആൾക്കാർക്കാണെങ്കിലും ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഓർഡർ ഡിസ്പാച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ആളുടെ പേരും എഴുതി, ഇന്നടത്തു നിന്നാണ്, ഇന്നതാണ് സാധനം, കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത്ര രൂപയായി, അങ്ങനെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എടുത്ത് നോക്കുമ്പോൾ നമുക്കിതിൽ എത്ര രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയത്, ഇൻ കേസ് നമുക്ക് എവിടെയെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വർക്കേഴ്സ് ഉള്ളവരാണ് എങ്കിൽ പോലും ഡയറക്റ്റ് ഇതിൽ നമ്മൾ എൻ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. എല്ലാ ഓഫീസുകളിലും അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ അതായത് അടിത്തറയിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അയ്യോ ഇതെവിടെ പോയി, ഇതെന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എവിടെ നമുക്ക് മിസ്റ്റേക്ക് വന്നു എന്ന് നമുക്കറിയാൻ പറ്റും. ഇതിലൊരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ മണി സ്പെൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ഓർഡർ കിട്ടുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു എന്ന് വെച്ചോളൂ. ഇപ്പം എൻ്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ഇപ്പം എനിക്കൊരു ഓർഡർ കിട്ടി, ഒരു ഫ്രെയിമിൻ്റെ ഓർഡർ കിട്ടിയെങ്കിൽ ഞാൻ കടയിൽ പോകുമ്പോൾ വേറെ എന്തെങ്കിലും സാധനം കൂടെ പർച്ചേസ് ചെയ്യാറുണ്ട്. അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്, നിങ്ങളത് വരുത്തരുത്. സോ അത് നിങ്ങൾ സ്മോൾ ബിസിനസ് ചെയ്യുന്നവർ അതായത് ഇനി ശ്രദ്ധിച്ചോളുക. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു. ഇത് ഇഷ്ടപ്പെട്ടാൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.